ഹായ് ഡിയേഴ്സ്, ഇന്നൊരു അടിപൊളി പീനട്ട് ബട്ടർ ഉണ്ടാക്കിയാലോ. സ്ഥിരമായിട്ട് ജിമ്മിലൊക്കെ പോകുന്നവർക്കും മെലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു പീനട്ട് ബട്ടർ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അധികം കാശ് കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ക്രീമിയായി ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിയുടെ കൂടെ സ്പ്രെഡ് ചെയ്യാനും ബ്രെഡിൻ്റെ കൂടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ബട്ടർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് 2.5 കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാനിലേക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 4-5 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ലൊരു സ്മെല്ല് വരുന്നവരെ, ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒരു 4-5 മിനിറ്റ് നമ്മൾ വറുത്തെടുക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഒരു മണമൊക്കെ വന്നു തുടങ്ങും. ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു പാനിൽ നിന്ന് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ആ ഒരു പാനിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ഡാർക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കരിഞ്ഞു പോയിട്ടുള്ളതോ ഡാർക്കായിട്ടുള്ളതോ ഉള്ള കപ്പലണ്ടിയൊക്കെ ഒന്ന് മാറ്റി, മണ്ണ് പറ്റിയതോ കേടായതോ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റി നല്ല നീറ്റാക്കി എടുക്കുക. അതിനുശേഷം നല്ല ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്പലണ്ടി റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അധികം ഒന്ന് ഡാർക്കായി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാടങ്ങ് ഡാർക്കായി കഴിഞ്ഞാൽ ഒരു കയ്പ്പരസം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജാറിലേക്ക് ഇട്ടിട്ട് ആദ്യം ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുക. നന്നായിട്ട് തണുത്ത കപ്പലണ്ടീനെ ഇടണം കേട്ടോ. കപ്പലണ്ടി വറുത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് തണുക്കുമ്പോഴാണ് ക്രിസ്പി ആവുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ട് ഒരു 30 സെക്കൻഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുത്താലും മതി. ഇനി വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ആ ഒരു സമയത്ത് തന്നെ അത്യാവശ്യം കട്ടയൊക്കെ ആയി തുടങ്ങും. വീണ്ടും അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 30 സെക്കൻഡ് അടിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ആ ഒരു കപ്പലണ്ടിയിലുള്ള ഓയിലൊക്കെ ഒന്ന് റിലീസായി തുടങ്ങും. ഈ ഒരു സ്റ്റേജിൽ ഒരു ക്രഞ്ചി ആ ഒരു ഫീലായിരിക്കും ഇത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു സ്റ്റേജിൽ മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്കൊരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കാം. പക്ഷേ കുറച്ചും കൂടെ ലൂസായിട്ട് വേണം എനിക്കതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഒരു 30 സെക്കൻഡ് കൂടെ അടിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ലോണം ഓയിലൊക്കെ റിലീസായി നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ ഇത് അത്യാവശ്യം ലൂസായിട്ടായിരിക്കും തോന്നുന്നത്. ഓവറായിട്ട് ലൂസായി പോയ പോലെ തോന്നാം. പക്ഷേ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് ഒന്നുകൂടി ഒന്ന് ടൈറ്റ് ആവും. ആ ഒരു സ്റ്റേജിലാണ് ബ്രെഡിലും ചപ്പാത്തിയിലൊക്കെ സ്പ്രെഡ് ചെയ്യാൻ കറക്റ്റ് ആ ഒരു പരുവത്തിന് കിട്ടുന്നത്. നിങ്ങൾക്ക് ഏത് സ്റ്റേജിലാണോ കഴിക്കാൻ ഇഷ്ടം ആ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ കറക്കിയെടുത്താൽ മതിയാവും. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് ബോട്ടിൽ സൂക്ഷിച്ച് വെക്കാം. പുറത്ത് വെച്ചാൽ മതി എന്നാണ് പറയുന്നതെങ്കിലും ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കാറ്. ഒരു കേടായി പോയാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പീനട്ട് ബട്ടർ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.